ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി ഏതാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. പെരുന്നാളായിട്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും എന്തായാലും വിഷുവിൻ്റെ അന്ന് നമുക്ക് ഊട്ടിയിൽ പോയിട്ടൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കുടുംബക്കാരും എല്ലാവരും ഒരുമിപ്പിച്ചിട്ട് നമ്മൾ വലിയൊരു ട്രാവലർ എടുത്തിട്ടാണ് യാത്ര പോയത്. അത്യാവശ്യം എൻജോയ് ചെയ്യാം എന്നുള്ള ലെവലിലാണ് പോയത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് കേട്ടോ. മോർണിംഗിൽ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം 8 മണിയാകുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോണ വഴി നാടുകാണി വഴിയാണ് പോണത്. അപ്പോൾ വഴിക്കടവ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയെല്ലാം സൈഡാക്കി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. പിന്നെ വെയിലൊന്നും ഒരു വിഷയമേ ഉണ്ടായിരുന്നില്ല. വിശപ്പ് വന്ന വെന്ത് വെയിൽ. ഞങ്ങളെല്ലാവരും കൊണ്ടുവന്ന ഫുഡ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരിയും മുട്ടക്കറിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. ഓൾറെഡി രാത്രി ഞങ്ങൾ ഫുള്ള് ഇതന്നെയായിരുന്നു പരിപാടി. ഒരു 12 മണി മുതൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു എല്ലാം. ഇന്നത്തെ കാര്യം തീരുമാനമായില്ലേ? ഇന്ന് പോവില്ല വണ്ടി. ഇപ്പം ഞങ്ങൾ പാട്ടും ബഹളമൊക്കെ ആയിട്ട് നേരെ ചുരം കയറി വന്ന് കുറച്ച് ദൂരത്തിയപ്പോൾ തന്നെ വണ്ടി ബ്ലോക്കായി. നാടുകാണിയിലേക്കുള്ള ചുരത്തിലാണ് വണ്ടി ആദ്യം ബ്ലോക്കായത്. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ബ്ലോക്കായിരുന്നു. വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് ബ്ലോക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ഇറങ്ങി നടന്നു. നടക്കും തോറും വണ്ടികളുടെ ലെങ്ത്ത് കൂടി വരുമായിരുന്നു. കാരണം ഒരുപാട് ദൂരത്തേക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോണ വഴിയിലൊക്കെ രണ്ട് സൈഡും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മരങ്ങളുടെ നല്ല രസമുള്ള മരങ്ങളും പാറക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതും എടുത്തു കൊടുത്തു. ഊട്ടി കാണാനുള്ള ആഗ്രഹവുമായിട്ട് ഒരു വണ്ടി നിറയെ ആൾക്കാരായിട്ട് വന്നതാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്കാണ്. ഞാൻ കുറേ ദൂരം നടന്നു, എന്നിട്ടും ബ്ലോക്ക് മാറിയിട്ടില്ല കേട്ടോ. ഫ്രണ്ടിലും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്, നല്ല തിരക്കാണ്. വണ്ടികൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവിടെ പോയിട്ട് സ്റ്റോപ്പായിട്ട് കിടക്കുക ചെയ്യുന്നു. നമുക്ക് നോക്കാം എൻഡിൽ പോയിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കി നോക്കാം. അല്ല ആക്സിഡൻ്റ് ആണോ അല്ല ആനിറങ്ങിയതാണോന്നൊന്നും അറിയില്ലല്ലോ. പോയി നോക്കി നോക്കാം. കണ്ട കാടിൻ്റെ നടുക്ക് ആനവണ്ടി കിടക്കണ കിടപ്പ് കണ്ട. വണ്ടിയൊക്കെ കുറേ നേരമായി കിടക്കണം കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട്, നടന്ന് വയ്യാട്ടായി. കുറേ ദൂരമുണ്ട്, അതും കയറ്റവും ഇറക്കുമല്ലേ. ഈ സാധനമാണ് തോന്നുന്നത് ഗൈസ് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു സാധനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. തിരിച്ചെടുക്കണ്ട ഇത്ര അല്ലേ. വരണ വരവ് എന്താ ഇവനായിരുന്നു തോന്നുന്നത് ഗൈസ് പ്രശ്നം ഉണ്ടാക്കിയാണ്. വണ്ടികളൊക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ. വണ്ടികളൊക്കെ ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് മുകളിൽ നിന്ന് ബസ്സൊക്കെ വന്നു തുടങ്ങി. യെസ് ഗായ്സ്, ഒരുപാട് നേരം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്ന അവസാനം ഞങ്ങളെ വണ്ടി വരുന്നുണ്ട്. വരുന്നതാണ് ഗായ്സ് ഞങ്ങളെ വണ്ടി. അങ്ങനെ വന്നു ഗായ്സ്, വണ്ടി വന്നു ഗായ്സ്. അപ്പോൾ ആ ബ്ലോക്ക് കഴിഞ്ഞ് നേരെ കയറി വന്ന് കുറച്ച് ദൂരത്തിപ്പോൾ തന്നെ നാടുകാണി ചെക്ക് പോസ്റ്റ് എത്തിയിരുന്നു കേട്ടോ. ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയിട്ട് നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വ്യൂ പോയിൻ്റ് കാണാൻ രസമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ യൂക്കാലിപ്സ് മരങ്ങളാണ്. അതായത് ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ചുരം കയറുമ്പോഴാണ് ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഏരിയയിൽ ഈ മരങ്ങളുണ്ട്. നല്ല രസമാണ്. നല്ല വെയിലുള്ള ടൈമിന് നല്ല രസമാണ്. ഉള്ളിലേക്ക് വെയിലൊക്കെ ഇറങ്ങണ കാണാൻ നല്ല രസമാണ്. ഞങ്ങൾക്ക് അവിടെ എവിടെയും വണ്ടി നിർത്താനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. കാരണം റോഡ് സൈഡ് മൊത്തം വണ്ടികളായിരുന്നു. ഞങ്ങളെ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയും ആയിരുന്നല്ലോ. അപ്പോൾ ആ സൈഡ് മൊത്തം വണ്ടിയായ കാരണം നമുക്ക് അവിടെ എവിടെയും നിർത്താൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ മേളിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തിയത്. അവിടെ ഇതിനും അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു.
കൊള്ളാം. യൂക്കാലിപ്സ് മരങ്ങളുടെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു യാത്ര നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാഴ്ചകളൊക്കെ കണ്ടുവരുന്നവർക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇവിടെ വണ്ടി നിർത്താൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ തൊട്ട് താഴെ ആയിട്ടൊരു ചെറിയൊരു പാർക്കും ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ നടുക്ക് തന്നെയാണത്. പിന്നെ എൻ്റെ തൊട്ട് താഴെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിൽ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ട നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർ അത്യാവശ്യം എൻജോയ് ചെയ്തൊരു ഏരിയ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കയറ്റം കയറി വരുന്നവർക്ക് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഈ ചായക്കടയിൽ നിന്ന് തന്നെയാണ്. ചായക്കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്. നമ്മൾ ചായ കുടിച്ചാലും ബില്ല് പേ ചെയ്യുന്നതും ആ കൗണ്ടറിൽ തന്നെയാണ്. വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ. ഈ ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണത് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലെന്ന് പറഞ്ഞാൽ 2 സൈഡിലെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം 2 സൈഡും മലനിരകളും മറ്റേ തേയില കൃഷികളും ഒക്കെ കൊണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫുൾ പച്ചപ്പായിട്ട് കിടക്കായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ പ്യാക്കര എന്ന് പറഞ്ഞ ഒരു ടൗണിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളെല്ലാം അവിടെ നിന്നും കഴിക്കാം. അവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാട്ടർഫോൾ കാണാം എന്നുള്ളൊരു പ്ലാനിങ്ങിലും കൂടെയാണ് ഞങ്ങൾ അവിടെ നിർത്തിയത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെള്ളം ഉണ്ടോന്നൊന്നും അറിയില്ല. നമുക്ക് പോയൊക്കെ എന്തായാലും നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കാം. വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനത്തെ ക്ലൈമറ്റ് അല്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി നോക്കി നോക്കാം. വെള്ളം ഉണ്ടോയെന്നുള്ള അറിയില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ വെള്ളച്ചാട്ടം ഇപ്പോൾ ഇല്ല, അത് വർഷക്കാലത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഡാമുണ്ട് അവിടെ. അതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവിടേക്ക് അകത്തേക്ക് കയറാനുള്ള എൻട്രി ഭാഗം കേട്ടോ. ഇവിടുന്ന് അകത്ത് കയറിയിട്ട് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. ചെറിയൊരു ഗാർഡൻ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഭംഗി എന്നൊന്നും പറയാനൊന്നും തോന്നിയില്ല. ഞാനവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലായിരുന്നു. എല്ലാവരും ഹോട്ടലിനകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. പ്യാക്കരയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആയിട്ട് അവിടെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമ്മളെ വാഗമണിലൊക്കെ ഉള്ള പോലെ തന്നെ മുട്ടക്കുന്നാണ് സംഭവം. ഷൂട്ടിംഗ് സ്പോട്ട് പോയിന്റ് തന്നെയാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്താണ്. പക്ഷെ ഞങ്ങൾ കുറേ മുന്നേ അപ്പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് കയറാനൊരു വഴി ഉണ്ടായിരുന്നു. എല്ലാവർക്കും തണവടിക്കാൻ തുടങ്ങി കേട്ടോ. കാറ്റടിക്കുമ്പോഴേക്കൊക്കെ തണുത്ത് ഇറക്കുന്ന ടീമുകളാണ്. അപ്പോൾ ഇവിടെ വാഗമൺ പോലെയുള്ള ഒരു സ്ഥലമാണിത്. പക്ക മുട്ടക്കുന്നാണ്. വാഗമണ്ണിൽ മാത്രമേ നമ്മൾ മുട്ടക്കുന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ മുട്ടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ മുട്ടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കുഴപ്പമില്ല. മഴക്കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുള്ള് പച്ചടിച്ച് കിടക്കുന്ന നല്ല രസമുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടോ കൊള്ളാം അല്ലേ? വീഡിയോ എടുക്കാം. വാ വീഡിയോ എടുക്കാം. ഇങ്ങനെ തണുത്തിട്ട് എങ്ങനെ തമ്പൂരാനെത്തിയിടും മുമ്പേ എന്തെങ്കിലും ഊട്ടി കണ്ടാമെന്നാണ്. ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്നു. ഏകദേശം നൈറ്റായിട്ട് ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നേരെ ഊട്ടി കയറിയിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ നേരെ എഴുന്നേറ്റ് തൊട്ടപ്പെട്ട പീക്കിലേക്ക് പോകാനുള്ള യാത്രയായിരുന്നു. പക്ഷേ അപ്പോഴും നല്ല ബ്ലോക്കായിരുന്നു. വിഷുവിൻ്റെ അന്നായ കാരണം ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്നു. തൊട്ടപ്പെട്ട പീക്കിലേക്ക് പോകാനുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാവലറും വലിയ വണ്ടികളൊന്നും കയറ്റിവിടില്ല. ചെറിയ കാറുകൾ മാത്രമേ കയറ്റിവിടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നുള്ളവർക്ക് ഇവിടെ താഴെ ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൊട്ടപ്പെട്ടയിലേക്ക് താഴേന്ന് മുകളിലേക്ക് ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടികൾ മാത്രമേ കയറ്റിവിടുള്ളൂ, കാറുകൾ മാത്രം. പിന്നെ വലിയ ട്രാവലറായിട്ട് വരുന്ന വണ്ടികളോ ബസ്സുകളോ ഒന്നും കയറ്റിവിടില്ല.
അപ്പോൾ ഇതുപോലെ ചെറുവണ്ടിയിൽ കയറി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 60 രൂപയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മേളിലേക്ക് ഒരു വണ്ടി ഉണ്ടാവും, മേളിൻ്റെ താഴേക്ക് ഒരാൾക്ക് 20 രൂപ. അപ്പോൾ ഒരു വണ്ടിക്ക് 10 പേരെ വെച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 600 രൂപ വരും. 10 പേർക്ക് 600 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി താഴേക്ക് വരുന്ന വലിയ വണ്ടിക്കാരെല്ലാവരും താഴെ വണ്ടി നിർത്തിയിട്ട് ജീപ്പിൽ കയറിയിട്ട് വേണം മേളിലേക്ക് വരാൻ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അവിടെ കൂട്ടി കാണും. നേരത്തെ പറഞ്ഞ പോലെ ഈ തൊട്ടപ്പെട്ടിലേക്ക് പോകുന്ന വഴിയിലും രണ്ട് സൈഡും വിഷ്വൽ ബ്യൂട്ടി അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ജീപ്പ് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ജീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ വന്ന് നിന്നാൽ ജീപ്പ് കിട്ടുന്നതായിരിക്കും. താഴേക്ക് 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. ആൾക്കാരൊക്കെ ആയിട്ട് വരുന്ന ജീപ്പുകൾ കണ്ടോ, എല്ലാം ജീപ്പുകൾ വന്നോട്ട് ഇവിടെ ഇറക്കുകയാണ്. ആൾക്കാരൊക്കെ ഇവിടെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ് കേട്ടോ. ഈ വഴി നടന്ന് മുകളിലേക്ക് പോകണം. നിങ്ങൾക്ക് നടന്നതിലും പോയോ? അപ്പോൾ മേളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രി ഭാഗം ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഈ കാണുന്ന ആ ആർച്ച് വഴി ഉള്ളിലേക്ക് നടന്ന് കുറച്ചങ്ങ് പോയാലാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. രണ്ട് സൈഡിലും കച്ചവടക്കാർ, ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എൻട്രൻസ് ആണ് നേരത്തെ കണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് നേരെ പോകാൻ ഞാൻ പണ്ടെങ്ങാണ്ട് വന്നുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇനി അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് റേറ്റിൻ്റെ അകത്ത് കയറാൻ നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റ് കാര്യങ്ങളുള്ളൂ. പക്ഷെ നമുക്ക് അവിടുന്ന് താഴെ നിന്ന് ജീപ്പിൽ വരാൻ മാത്രമേ കുറച്ച് പൈസ കൂടുതലൊന്നുള്ളൂ. ഈ സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്ന തൊട്ടപ്പെട്ട പീക്കിലേക്ക് വന്നിട്ടുള്ള സ്ഥലം ഇതാണ്. ഈ കാണുന്നതാണ് തൊട്ടപ്പെട്ട ടെലിസ്കോപ്പ് ഹൗസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരു ഓൾമോസ്റ്റ് ടൗൺ ഏരിയ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ആ മോർണിംഗിൽ വന്നിട്ട് തന്നെ പോലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ക്യാമറയും കൊണ്ട് വരണ കണ്ടപ്പോൾ അവരെനിക്ക് വഴിയൊക്കെ മാറി തന്നിട്ടോ. അവർ മനസ്സിലായി ഞാൻ ഏതോ ഒരു യൂട്യൂബറാണെന്നുള്ള അവർക്ക് മനസ്സിലായി. കാരണം അവർ വഴിയൊക്കെ മാറി തന്ന് അത്യാവശ്യം എല്ലാവരും എനിക്ക് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നു കേട്ടോ. ഭയങ്കര സഹകരണമുള്ള ആൾക്കാരായിരുന്നു. ആ പുറകിൽ കാണുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന ടൗൺ എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയാൽ അങ്ങോട്ടേക്കുള്ള വ്യൂ നല്ല രസമുള്ളതാണ്. അതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ഫുള്ള് ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് വിചാരിച്ച പോലെ ഒരു വ്യൂവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്രൗഡ് തന്നെയായിരുന്നു. ഇതിനകത്തേക്ക് കയറാൻ അത്യാവശ്യം വീതിയുള്ള ഒരു കോണി ഉണ്ടായിരുന്നത്, സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു റൗണ്ട് കോണിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആൾക്കാർ ഒരുപാട് നേരം നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അകത്തേക്ക് കയറുന്നത് അങ്ങനെയല്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നിയത് എനിക്ക് കേട്ടോ. ഈ കോണിയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നു. റൗണ്ടായിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷേ ഒരേ ടൈം ഒരു സ്റ്റെപ്പിൽ ഒരാൾക്ക് വെച്ചിട്ടാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ കാണാനുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് സൂയിസൈഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭയങ്കര രസമാണ് താഴേക്ക് കാണാൻ. അവിടെ താഴെ ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടില്ല കേട്ടോ. അത് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ കൂടെയാണ്. അപ്പോൾ അവരവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് മറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരാൾ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അത്രയ്ക്കും താഴ്ചയുള്ളൊരു ഏരിയയും കൂടെയാണ് കേട്ടോ. അത് താഴേക്കൊരു കൊക്ക എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് അവിടെ ഞങ്ങളൊന്ന് ഫ്രഷപ്പൊക്കെ ആയതിന് ശേഷമാണ് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സൈഡിലൊക്കെ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ നല്ല നല്ല സാധനങ്ങൾ, ഫ്രഷ് സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ, ചെറിയ ചെറിയ കടകൾ, സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് പോകാനുള്ളത്, ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് റോസ് ഗാർഡനിലായിരുന്നു. റോസ് ഗാർഡൻ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടെ കേട്ടോ റോസ് ഗാർഡൻ. ഉമ്മാക്ക് പൂക്കളോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ കാരണം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് നേരെ വണ്ടി എടുത്തു. ഇപ്പോൾ റോസ് ഗാർഡൻ ഉള്ളത് ഊട്ടി ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ടൗണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വണ്ടി ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നേരെ ഫുട്പാത്തിലൂടെയാണ് നടന്നു. അപ്പോൾ എല്ലാവരും പുറകിൽ വരിയായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ റോസ് ഗാർഡനിലേക്ക് പോകാമെന്നുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റോസ് ഗാർഡൻ ഞാൻ പണ്ടൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ് റോസ് ഗാർഡൻ. പക്ഷെ പറയാനുള്ള കാര്യം ഈ ഫുട്പാത്തിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. പലതരം സാധനങ്ങൾ, ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വൈബായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റുള്ള കഴിക്കുന്ന കഴിക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ പോകുന്നവരെ. അപ്പോൾ ആ കാണുന്ന കവാടം കടന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അതാണ് റോസ് ഗാർഡൻ കേട്ടോ.
അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം. അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിഷുവിൻ്റെ അന്നായ കാരണം നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റോസ് ഗാർഡനിനകത്ത് കയറിയിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടുണ്ടായില്ല. അധികം തന്നെയല്ല, ശരിക്കും പറഞ്ഞാൽ വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയാം. അത് അതായത് എൻ്റെ ഒരു ശരി, കാരണം ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഫുള്ള് നമ്മൾ ഈ വിഷ്വൽ ഈ ആൾക്കാരെ തന്നെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത് ഈ ഫുട്പാത്തിലുള്ള അത്യാവശ്യം നല്ല ഏരിയകളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. കണ്ടോ, ഫുട്പാത്തിലൊക്കെ അടിപൊളി നല്ല സാധനങ്ങൾ, നല്ല ഡ്രസ്സുള്ള ഭംഗിയുള്ള സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി അതൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എടുത്തോട്ടോ ഈ വീഡിയോ. കാരണം രണ്ട് സൈഡും നല്ല ഡ്രസ്സുള്ള സാധനങ്ങൾ തൂക്കിയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വിഷ്വലായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരാം. ഞാൻ എല്ലാവരും താഴത്തുകൂടെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുത്ത് നടന്നു വരികയും ചെയ്തു. അടിപൊളിയായിരുന്നു, സൂപ്പർ. അത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സകല പ്ലാനിങ്ങും തെറ്റിയിരുന്നു. കാരണം നാടുകാണി ചുരത്തിൽ ഞങ്ങളെ വണ്ടി ബ്ലോക്കായത് മുതൽ വിഷുവിൻ്റെ അന്നും കൂടെ ആയ കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും റോസ് ഗാർഡൻ്റെ ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗ്യാസ് അടുപ്പും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം ഫുഡ് എന്തായാലും ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി സാധനങ്ങളെല്ലാം പുറത്തിറക്കി. അപ്പോഴാണ് വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. വെള്ളം ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളം ഞങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകാനും മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്കിൽ നിന്നാണ് ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തത്. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പച്ചക്കറി അരിയലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ നെയ്ച്ചോറിനുള്ള അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ വീഡിയോയിൽ മുഖം കാണിക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്ത കാരണം ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മയാണ് നെയ്ച്ചോറും പെങ്ങൾ മസാലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടുപേരും ഞങ്ങൾക്ക് 26 പേർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഏകദേശം 4 മണി സമയമായിരിക്കണം കേട്ടോ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ. വളരെ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറും മസാലക്കറിയും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വലിയ അടുപ്പും ഗ്യാസൊക്കെ കൊണ്ടുപോയ കാരണം വലിയ അടുപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വേഗം ആക്കാൻ പറ്റും. പിന്നെ നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ അധികം സമയവും വേണ്ടല്ലോ. അപ്പോൾ നെയ്ച്ചോറും മസാലക്കറിയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ചോറക്കായി ഗൈസ്, ഞങ്ങൾ ചോറ് തിന്നാനുള്ള പരിപാടികളാണ്. അങ്ങനെ ചോറും കറിയൊക്കെ അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറ് തിന്നാനുള്ള പരിപാടിയല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അനിയൻ ഷാജിയാണ് ഫുഡ് എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പുറത്ത് ഉമ്മ മസാലക്കറി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്കവിടെ ചിലവഴിക്കാനും പറ്റും, വയറ് നിറച്ച് ഫുഡ് കഴിക്കാനും പറ്റും. അപ്പം നല്ലൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. വളരെ നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും വയറ് നിറച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ വെള്ളമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളം ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു, മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പാത്രം കഴുകാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ഡാം സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ചെറിയൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളമില്ലാത്ത പുഴ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. വെള്ളമില്ല പുഴയിൽ ഞങ്ങൾ. ഇവിടെ കുറേ പഴയ പണ്ടത്തെ ഈ സിമന്റിന് പകരം മറ്റേ ചുണ്ണാമ്പ് വെച്ച് പണിതിട്ടുള്ള കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വീടുകളാണ് ഞങ്ങളുടെ ഉണ്ടോ. ഈ വീടൊക്കെ ചുണ്ണാമ്പ് വെച്ച് പണിതിട്ടുള്ള വീടാണ്. കൊള്ളാം അല്ലേ? അവിടുന്ന് അങ്ങനെ കുറേ ദൂരം നടന്നു വന്നിട്ട് ചെറിയൊരു കാട് പോലത്തെ മരങ്ങളുടെയും കുറേ ചെടികളുടെയൊക്കെ ഉള്ളിലൂടെ കാടായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ കാടിൻ്റെ ഉള്ളിലൂടെ കുറേ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൂടെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. താഴേക്ക് വന്നപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പെങ്ങൾസിനൊക്കെ നല്ല പേടി തന്നെയായിരുന്നു കേട്ടോ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്തായാലും വേണ്ടില്ല, ഇവിടം വരെ വന്നല്ലേ വെള്ളമില്ലാത്ത പുഴ കാണാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് താഴേക്ക് ഇറങ്ങി വന്നത്. താഴെ വന്ന് നോക്കുമ്പോൾ രസമുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം ഫുള്ള് പച്ച പുല്ല് പിടിച്ചിങ്ങാണ്ട് വെള്ളമൊന്നുമില്ലാതെ ഇങ്ങനെ ഫുള്ള് വറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു. കാരണം ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ ചുരം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ
പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങാം, 2 ചുരം ഇറങ്ങണമല്ലോ. ഒന്ന് ഗൂഡല്ലൂർ ടു ഊട്ടി ചുരമുണ്ട്, രണ്ടാമത്തത് നാടുകാണി ചുരമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചുരം ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു ലെവലിൽ ഞങ്ങൾ അവിടുത്തെ ആ പുഴയും കാര്യങ്ങളും കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു. ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു അപകടം ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. ഏകദേശം ഒരു 6:30-7 മണി ടൈമായിട്ടുണ്ടായിരുന്നു. നടുവട്ടം നിന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ ഊസിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ട്രാവലറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരിവും ഫ്രണ്ടിൽ വണ്ടികളുടെ ബ്ലോക്കും എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ വണ്ടി മറിഞ്ഞു എന്നുള്ളതാണ്. ആ മറിഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. തലനാരിഴക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ വണ്ടി മറിഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. ആ വണ്ടി മറിഞ്ഞില്ലായിരുന്നെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ വലിയൊരു കൊക്കയായിരുന്നു, അതിലേക്ക് പോകേണ്ട വണ്ടിയായിരുന്നു. എന്തുകൊണ്ടോ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ എന്താണെന്നറിയില്ല ഞങ്ങൾ രക്ഷപ്പെട്ടു. വളരെ നിസ്സാര പരിക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിയിലുണ്ടായിരുന്ന എത്ര ആൾക്കാർക്ക്, ചെറിയ കുട്ടികളും വലിയവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ചെറിയ കുട്ടികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. വലിയവർക്ക് ചെറിയ പരിക്കുകളുണ്ടായിരുന്നു, കുട്ടികൾക്കൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദുരന്തം തന്നെയായിരുന്നു അത്. ഊട്ടിയിൽ അത്രയും സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് പോയി. ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നത് മുതൽ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. വണ്ടിയുടെ ബ്ലോക്കാണെങ്കിലും അങ്ങനെ അവിടെ പോയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും തിരിച്ചു വരുമ്പോൾ ഉള്ള ഈ ഒരു അനുഭവം ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറത്ത് തന്നെ ആയിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമായിരുന്നു ഈ അപകടം നടന്നത്. രാത്രി